3 കോടി രൂപ മുടക്കിയിട്ടും നാടിന് ഉപകാരപ്പെടാതെ പുൽപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് തുറന്നു നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അടച്ചിടുകയായിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഏറെ ആശ്രയിക്കുന്ന ഇടമാണ് പുൽപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രം. 400ഓളം രോഗികൾ ദിനംപ്രതി ഒപിയിലെത്തുന്നുണ്ട്. എന്നാൽ 3 വർഷം മുൻപ് പണിതീർന്ന പുതിയ കെട്ടിടം ഇപ്പോഴും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടില്ല. നിലവിലുള്ള ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. മഴക്കാലമായതോടെ നിരവധി പേരാണ് ദിനംപ്രതി ആശുപത്രിയിലെത്തുന്നത്. ആകെയുള്ള ഡോക്ടർ ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ വരുന്നുള്ളൂ. അതും 2-3 മണിക്കൂർ മാത്രമാണ് ഇവിടെ സേവനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾ നിത്യ ദുരിതത്തിലാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ച് ഒരു ബോർഡ് വച്ചു എന്നുള്ളതല്ലാതെ ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരെയോ അടിസ്ഥാന സൗകര്യങ്ങളോ വരുത്തുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എക്സ്റേ, ലാബ് ഓപ്പറേഷൻ തിയേറ്റർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയർ, ഡെന്റൽ ക്ലിനിക്ക്, സായാഹ്ന ഒപി, സ്പീച്ച് തെറാപ്പി, സൈക്കോതെറാപ്പി, ഫിസിയോതെറാപ്പി, ഓഫ്താമോളജി തുടങ്ങിയ സൗകര്യങ്ങൾ ആശുപത്രിയിലുണ്ട്. എന്നാൽ അപകടങ്ങളോ അടിയന്തര ചികിത്സയോ വന്നാൽ ഉടൻ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളെ വിടുകയാണ് പതിവ്. ഒരു ഡോക്ടർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന രോഗികൾ എന്ന് പറയുന്നത് മിനിമം 250-300 അടുത്ത് രോഗികൾ ഒരു ഡോക്ടർ നോക്കണം. എങ്ങനെ ആ ഡോക്ടർ ഒരാളെ മെയിൻറ്റെയിൻ ചെയ്തു പോകും? വലിയ പ്രതിസന്ധിയാണ് ആരോഗ്യ രംഗത്തുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പല പ്രാവശ്യം ഈ കാര്യങ്ങൾ പെടുത്തിയെങ്കിൽ പോലും സർക്കാർ ഈ നിമിഷം വരെ അതിന് വേണ്ട ഒരു ക്രമീകരണവും നമ്മുടെ പുൽപ്പള്ളി പഞ്ചായത്തിന് തന്നിട്ടില്ല. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കും മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കും എത്തണമെങ്കിൽ കാട് കടന്നു വേണം പോവാൻ. 7 ഡോക്ടർമാരും താൽക്കാലിക ജീവനക്കാരുമടക്കം 80 ജീവനക്കാരാണ് ആശുപത്രിയിലുള്ളത്. പുതിയ കെട്ടിടം ഉടൻ തന്നെ തുറന്നു നൽകി 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം നൽകിയാൽ പ്രദേശവാസികളുടെ വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാകും. ന്യൂസ് മലയാളം, വയനാട്.